അവൻ സോദരൻ നീ പറഞ്ഞാൽ അതിനപ്പുറം ദൈവം ആമേ പറയുന്നതല്ലാതെ അപ്പുറത്തെ ചലിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ നാവിന് ഭയങ്കര അധികാരം അടുത്തിരിക്കുന്നത് ഒന്നുകൂടി പറ, നാവിനെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവൻ സോദരൻ സോദരി നാവിനെ സൂക്ഷിക്കും. ഭയങ്കരത്തെ സൂക്ഷിക്കേണ്ട അവയാണ് നാവ്. ഹല്ലേലൂയ. എന്തും ഏതും പിടിച്ചു പറഞ്ഞ് ജീവിതത്തെ നശിപ്പിക്കരുത്. അവൻ സോദരൻ ഉയർച്ച പറഞ്ഞാൽ ഉയർച്ച തന്നെ സംഭവിക്കും. നീ വലുപ്പത്തെ പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. അവൻ സ്തോത്രം. ഞാൻ പറഞ്ഞത് 2025 നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ഇവിടെ ഇരുന്ന് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യനിൽ നിന്ന് വരുന്നത് പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. പ്രഖ്യാപിക്കുമ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. ഞാൻ ഇന്നിവിടെ വിളിച്ചു പറയുന്ന ഈ കാര്യങ്ങൾ അവൻ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ശബ്ദതരംഗങ്ങളായി ഇത് ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. അഭിഷേകമുള്ള ദൈവ പൈതൽ വിളിച്ചു പറയുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട്. അധികാരം മാത്രമല്ല, അതിന് ജീവനുണ്ട്. അതിന് ജീവനുണ്ട്. അവൻ സ്തോത്രം. നീ ചത്താൽ പോലും ആ വാക്കുകൾ ചത്തുപോകത്തില്ല. അവൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ സമയം തലമുറകളെ കുറിച്ച് വളരെ വിളിച്ചു വരാം. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ നെഗറ്റീവായിട്ട് ഒന്നും പറയരുത്. വൻ കാര്യങ്ങൾ പറഞ്ഞോണം, വലിപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞോണം, ഉയർച്ചകൾ പറഞ്ഞോണം, പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അകത്തെ മനുഷ്യനെ കുറിച്ച് ആത്മീയ മനുഷ്യനെ കുറിച്ച് യേശു പറയാണ്, ജഡത്തിൽ ജനിച്ചത് ജഡമാണ്. ജഡത്തിൽ ജനിച്ചത് ജഡം. ഈ ശരീരം ജഡത്തിൽ ജനിച്ചതാണ്. എന്റെ അപ്പന്റെയും എന്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരം ജനിച്ച എന്റെ ശരീരം എന്നാൽ അവൻ സ്തോത്രം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാൽ ജനിച്ച എന്റെ അകത്തെ മനുഷ്യൻ അവൻ സ്തോത്രം ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആത്മാവാകുന്നു. ഇന്ന് പകൽ സമയം എന്റെയും നിങ്ങളുടെ വീണ്ടും ജനനത്തിനകത്ത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമുണ്ട്, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാസ്നേഹമല്ലേ പുത്രനായി ഭൂമിയിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിന്റെ മഹാകൃപയല്ലേ എന്നെ യേശുവിലേക്ക് ആകർഷിച്ചത്. പരിശുദ്ധാത്മാവല്ലേ എന്റെ നാമം കൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം എന്റെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയാണ് എന്റെ വീണ്ടും ജനനം. ഹല്ലേലൂയ. അവൻ ആത്മാവാകുന്നു. എന്ന് പറയാം, ഞാൻ ആത്മാവാകുന്നു. എല്ലാവരും പറയാം, ഞാൻ ആത്മാവാകുന്നു. പൗലോസ് ഞാൻ എന്ന പദം എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്റെ ശരീരത്തെ കുറിച്ചല്ല പറയുന്നത്, തന്റെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കൊലോസ്യർ ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, ശരീരം കൊണ്ട് ഞാൻ ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ നല്ല നടപ്പും കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ആത്മാവിൽ സഞ്ചരിച്ച ഒരു മനുഷ്യൻ. അവന്റെ അകത്തെ മനുഷ്യനാണ് അവൻ സഞ്ചരിച്ചത്. എപ്പോഴും പൗലോസ് പറയുന്നത് തന്റെ അകത്തെ മനുഷ്യനെ കുറിച്ചാണ്. ഹല്ലേലൂയ. എല്ലാവരും കൂടി പ്രഖ്യാപിക്കാമോ? ദൈവത്തെ പോലിരിക്കുന്ന പറഞ്ഞേ, ദൈവത്തെ പോലിരിക്കുന്ന ശബ്ദത്തിൽ പറ, ദൈവത്തെ പോലിരിക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ എനിക്കുണ്ട്. എല്ലാവരും കൂടി പ്രഖ്യാപിക്കുക. ദൈവത്തെ പോലിരിക്കുന്ന ആത്മീയ മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം. ആത്മീയ മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. അവൻ സ്വന്തം വീണ്ടും കർത്താവ് പറയുകയാണ്, ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാകുന്നു. ഹല്ലേലൂയ. അവൻ കാറ്റ് പോലെയാകുന്നു. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. അവൻ സ്തോത്രം. കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് പകൽ സമയം എന്നെയും നിങ്ങളെ കുറിച്ച കർത്താവ് പറഞ്ഞ് കാറ്റ് പോലെയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 2025 വീശി അടിക്കാൻ പോകുന്ന കാറ്റുകളായി, ആത്മാവിന്റെ കാറ്റുകളായി സംസാരിച്ചത് നീ കാറ്റായി തീരാൻ പോവുകയാണ്. നീ കാറ്റാണ്. ആമേൻ. സ്തോത്രം. ഈ കാറ്റിനെ പിടിച്ചു കെട്ടാൻ ഒന്നിനും കഴിയത്തില്ല. ഇതിന്റെ ഗതിയെ പ്രവചിക്കുവാൻ പോലും കഴിയത്തില്ല. ഇത് എവിടെയും അടിച്ചു കയറും.
ഇന്ന് ഉറപ്പുണ്ടോ എവിടെയും ഈ കാറ്റടിക്കും, ഏത് ദിശയിലേക്കും ഈ കാറ്റടിക്കും. അവൻ സ്തോത്രം, അതിന് അതിർവരം വിടുവാൻ കഴിയത്തില്ല. ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യും. അവൻ സ്തോത്രം, ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ ബൗണ്ടറികളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. സാഹചര്യങ്ങളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ എങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഇന്ന് തന്നെ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ബൗണ്ടറികളെ പൊട്ടിച്ചെറിഞ്ഞിട്ട് അസാധാരണമായി സംഭവിക്കുമെന്ന് ഇന്ന് പകരം സംഭവിക്കും. നീ ഒരു കാറ്റായി തീരാൻ പോവുകയാണ്. ആർക്കും നിന്റെ ഗതിയെ നിന്റെ ചലനത്തെ തടയാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരെ പ്രതികരിച്ച് ഭാഷയെ പ്രാർത്ഥിച്ച് നീ ഒരു കാറ്റാണ്. ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണ്. പട്ടണങ്ങളെ ചലിപ്പിക്കുന്ന, ദേശങ്ങളെ ഇളക്കുന്ന ആത്മാവിന്റെ കാറ്റുകളായി, ആത്മാവിന്റെ ചലനങ്ങളായി. ഇന്നായിരിക്കുന്ന ആ സാഹചര്യത്തിനകത്ത് നീ ഒതുങ്ങത്തില്ല. ആ സാഹചര്യത്തിനകത്ത് അഭിഷേകത്തിരിക്കുന്നു. ആത്മസാന്നിധ്യത്തിനകത്ത് ഭയങ്കരമായി വ്യാപരിക്കുകയാണ്. ഞാനത് തിരിച്ചറിയുന്നു. ചില സഹോദരങ്ങളുടെ ആത്മാവിന്റെ തീരത്തിരിക്കുകയാണ്. നീ കാറ്റായി ചലിക്കാൻ ഭയങ്കരമായ ചലനങ്ങൾ, ചലനങ്ങൾ, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് അടിക്കും. അത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അതിനെ തടയാൻ കഴിയത്തില്ല. കാറ്റുകളായി എഴുന്നേൽക്കട്ടെ. 2025 ഉണർവിന്റെ കാറ്റുകളായി ഈ ഡിസംബർ മാസം അവസാന ദിവസങ്ങൾ ആത്മാവിന്റെ കാറ്റായി ചിലരെ ചലിപ്പിക്കുവാൻ, ചിലരെ കൂടെ ചലിപ്പിക്കുവാൻ, ഡെഡായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ചിലരെ കൂടെ ചലിപ്പിക്കുവാൻ ഒരു കാറ്റായി. ഈ കാറ്റിന് ജീവനുണ്ട്. ചലിക്കാത്തവരെ ചലിപ്പിക്കും. സ്തോത്രം. അതിനെക്കുറിച്ച് പറയുന്നത്, നിന്നെക്കുറിച്ചല്ല പറയുന്നത്. അവരെ പ്രതികരിച്ചോ? നിന്റെ വീട്ടിൽ ചലനമറ്റി കിടക്കുന്നില്ലേ? അതിനെ നീ ചലിപ്പിക്കാൻ പോവുക. ചത്ത് കിടക്കുന്നത് നീ ചലിപ്പിക്കാൻ പോവുക. ജീവനുള്ള കാറ്റുകളാൽ പട്ടണത്തിന്റെ നടുവിൽ, ദേശത്തിന്റെ നടുവിൽ, ഇന്ത്യയുടെ പട്ടണത്തിൽ ചിലരെ ചലിപ്പിക്കുവാൻ, ചിലരുടെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നു. എത്രയോ കൊല്ലമായി, വർഷങ്ങളായി ഞാനിവിടെ ഇരിക്കുകയാണെന്ന് വെല്ലുവിളിക്കുന്ന ചിലരെ അടിസ്ഥാനത്തോടെ ഇളക്കി മറിക്കുവാൻ ജീവനുള്ള കാറ്റുകളായി ഈ നെറ്റിന്റെ നടുവിൽ ദൈവം ചിലരെ കേൾപ്പിക്കുക. നിന്നെക്കുറിച്ച് സഹോദരനെ കുറിച്ച് അതിന്റെ ആഗ്രഹമുണ്ടല്ലോ. നിനക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കത്തണം, പറക്കണമെന്ന് ഒരു പറയെ പോലെ പറന്ന് അവൻ ബൗണ്ടറികളെ ഓവർകം ചെയ്ത് ദേശത്തെ പിടിക്കണം, പട്ടണത്തെ പിടിക്കണമെന്നുള്ളതിന്റെ വാഞ്ചയുണ്ടല്ലോ. അതിനെതിരെയാണ് നിന്റെ അടയാളം. നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ, നിന്നെ കുറിച്ചുള്ള ദൈവ നിയോഗത്തിന്റെ അടയാളം നിന്റെ അകത്ത് കത്തി നിൽക്കുന്ന ആ വാഞ്ചയാണ്. അന്യഭാഷ പൊട്ടി പുറത്തു വരട്ടെ. ഇതിനകത്ത് കത്താത്ത അവൻ കരുത്തിയായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് ഈ വീട്ടിന്റെ നടുവിൽ നിന്റെ നേരം ഒരു തീരുകയാണ്. പ്രവചനമായി ഒഴുകട്ടെ. അണപൊട്ടി ഒഴുകുന്ന ഒരു നദി പോലെ നിന്റെ അകത്ത് നിന്നും ആ അഭിഷേകം ഒഴുകട്ടെ. ഒന്നിനും അതിനെ തടയാൻ കഴിയത്തില്ല. നിന്റെ നിയോഗത്തെ തടയുക, നിന്റെ കൃപാവരത്തെ തടയുക, നിങ്ങളുടെ ജ്വലനത്തെ തടയുക. അതിന് വരപ്പെടുവാൻ, ബൗണ്ടറി ഇടുവാൻ. ഇന്ന് പകർച്ചവനെ കാണിക്കുന്നു. ചില ബൗണ്ടറികൾ പൊട്ടുകയാണ്.
ചില സാഹചര്യങ്ങൾ കൊണ്ട് നിന്നെ ഒതുക്കിയതിനെ ഇന്ന് പകൽ സമയം ആത്മാവിനെ പൊട്ടിക്കുകയാണ്. അഭിഷേകം അതിനെ പൊട്ടിക്കുകയാണ്. നീ പുറത്തു വരികയാണ്. പുറത്തു വരിക, പുറത്തു വരിക. അഭിഷേകം പുറത്തു വരട്ടെ. നിങ്ങളുടെ കൃപാവരം പുറത്തു വരട്ടെ. നിങ്ങളുടെ അതോറിറ്റി പുറത്തു വരട്ടെ. നിന്റെ അകത്ത് കത്തി നിൽക്കുന്ന, തൊലിച്ചു നിൽക്കുന്ന അഭിഷേകം ഇന്ന് പകൽ സമയം നിന്നിലെ ഒഴുകത്തിന് നിന്നിലൂടെ അത് പുറത്തേക്ക് ഒഴുകുകയാണ്. ഉണർവിന്റെ കാറ്റ് ഞാൻ വീണ്ടും പദം ആവർത്തിച്ച് 2024 അടച്ചിട്ട കിളിയെ പോലെ നീ കൂട്ടിനകത്ത് കിടക്കുന്ന പക്ഷിയെ പോലെ കിടന്നുവെങ്കിൽ ഇന്ന് പകൽ സമയം ആത്മാവിനെ തൊട്ടുവരുന്നു. 2025 നീ പറന്ന് കയറാൻ പോകുകയാണ്. നീ പറന്ന് കയറാൻ പോകുകയാണ്. നീ ചിറകടിച്ചുയർന്ന് ഇല്ല, ഇനിയും നീ ആ കൂട്ടിനകത്ത് കിടക്കത്തില്ല. ഇനിയും നീ ആ ബൗണ്ടറിക്കകത്ത് കിടക്കത്തില്ല. നിന്റെ അകത്തെ മനുഷ്യൻ സകലത്തെയും പൊട്ടിച്ച് നിന്റെ പകർച്ചമയ ബൗണ്ടറികൾ പൊട്ട് ഇനി അതിനെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. സാഹചര്യങ്ങൾ പ്രശ്നമല്ല. ഹോളി സ്പിരിറ്റിന്റെ സാഹചര്യങ്ങൾ പ്രശ്നമല്ല. നിന്റെ ബലഹീനതകൾ പ്രശ്നമല്ല. നിന്റെ കുറവുകൾ പ്രശ്നമല്ല. പക്ഷേ പൂർണ്ണമായി നീ സമർപ്പിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ ഈ ഭൂമിയിൽ ഉപയോഗിക്കുമെന്ന് ലോകത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അവൻ സ്തോത്രം. ആ വാക്ക് ഞാൻ വീണ്ടും പറയാം. പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കപ്പെടാൻ കഴിയുമെന്ന് ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. പക്ഷെ 2025 അവൻ സ്തോത്രം ഈ സഭയ്ക്കകത്തത് കാണാൻ പോവുകയാണ്. Thank you, Holy Spirit. Hallelujah. അവൻ സ്തോത്രം. എന്റെ അകത്തെ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയണം. അവൻ സ്തോത്രം. എന്റെ പുറത്തെ മനുഷ്യന് പരിമിതികളുണ്ട്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അവനെ ഒതുക്കാൻ നോക്കും. പക്ഷേ എന്റെ അകത്തെ മനുഷ്യന് ഒരു പരിമിതികളുമില്ല. അവൻ സ്തോത്രം. ഒന്ന് നെഞ്ചിൽ കരവട്ടെ. എന്റെ അകത്തെ മനുഷ്യന് ഒരു പരിമിതികളുമില്ല. അവൻ മുമ്പിൽ ഒരു ഡോറുകളും അവൻ അടഞ്ഞിരിക്കത്തില്ല. എന്നോട് പറയാം, നിന്റെ അകത്തെ മനുഷ്യന് ഒരു ഡോറുകളും അടഞ്ഞിരിക്കത്തില്ല. അവൻ നിന്റെ പുറത്തെ മനുഷ്യന് സകലരും അടഞ്ഞെന്ന് തോന്നാം. മുമ്പിൽ സകല വഴികളും അടഞ്ഞെന്ന് തോന്നാം. എല്ലാ ഡോറുകളും കൊട്ടി അടച്ചതുപോലെ നിനക്ക് അനുഭവിച്ചെന്ന് പറയാം. പക്ഷേ നീ തിരിച്ചറിയ, നിന്റെ അകത്തെ മനുഷ്യന്, നിന്റെ ഉൾമാന മനുഷ്യന് ഒരു ഡോറുകളും അടഞ്ഞിരിക്കത്തില്ല. അവൻ സ്തോത്രം. അവന്റെ മുന്നിൽ സകലരും തുറന്നു കിടക്കും. അവൻ സ്തോത്രം. നീ അതിനെ ചലിക്കും. ആ തുറന്നു കിടക്കുന്ന വാതിലുകൾ വഴി, ആ ഡോറുകൾ വഴി നീ മുന്നേറുക തന്നെ ചെയ്യും. എന്റെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പറ, ഞാൻ മുന്നേറാൻ പോകുകയാണ്. കരമുയർത്തിട്ട് പറ, പ്രവചന ശബ്ദം നിങ്ങളെ കുറിച്ച് തന്നെ പ്രവചിക്കുകയാണ്. ഞാൻ മുന്നേറാൻ പോകുകയാണ്. ഒന്നുകൂടെ കരമുയർത്തി, ഞാൻ മുന്നേറാൻ പോകുകയാണ്. അടുത്തിരിക്കുന്നതോടെ തട്ടിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറ, നീ വരുന്നോ, ഞാൻ മുന്നേറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഒന്ന് പ്രവചിക്ക്. അടുത്തിരിക്കുന്ന ചിരിച്ചോണ്ട് പറ, ഞാൻ മുന്നേറാൻ പോകുകയാണ്. നിങ്ങൾ മുന്നേറാൻ കൂടെ വരുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാൻ 2025 നമ്മുടെ മുന്നേറ്റത്തിന്റെ വർഷമാണ്. ഹല്ലേലൂയ. നമ്മൾ ഉയർന്ന് പറക്കുന്ന വർഷമാണ്. അവൻ ഉയരങ്ങളിൽ കയറുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഒന്നിനും അടച്ചിടാൻ കഴിയത്തില്ല. അവൻ എന്റെ അകത്തെ മനുഷ്യൻ ദൈവത്തെ പോലെ
കാറ്റിൽ പോലെ. ആമേൻ സ്തോത്രം. കാറ്റിന്റെ പ്രത്യേകത പലതരത്തിലുള്ള കാറ്റുണ്ട്. ആമേൻ സ്തോത്രം. മൃദുവായിട്ടുള്ള കാറ്റുണ്ട്. ആ കാറ്റ് നമുക്ക് ആശ്വാസമാണ്. ആ കാറ്റ് നമുക്ക് ആശ്വാസമാണ്. നീ എന്ന കാറ്റ് ചിലർക്ക് ആശ്വാസമായി വെളിപ്പെടും. അവൻ നീ ഒന്ന് ചെന്ന് കയറുമ്പോൾ വീട്ടുകാർ പറയും, ആ നാട്ടുകാർ പറയും, അവൻ വന്നപ്പോൾ എന്തോ ഒരു ആശ്വാസം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ, ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ, ആ യവനക്കാരനോട് സംസാരിച്ചപ്പോൾ എന്റെ എന്തോ ഒരു ആശ്വാസം ഇതിലുണ്ടായതുപോലെ. അതുവരെ ചിന്തിച്ചിരുന്നു മരിച്ചാൽ മതി, അതുവരെ ചിന്തിച്ചിരുന്നു ആത്മഹത്യ ചെയ്താൽ മതി. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ആഗ്രഹിക്കുന്നവരാണോ ഇതിനകത്തിരിക്കുന്നത്? നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ വാക്കുകൾ ആയിരങ്ങൾക്ക് ആശ്വാസമായി തീരുന്ന ഒരു കാറ്റായി ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. എല്ലാവരും പറ. ചില കാറ്റിന്റെ പ്രത്യേകത എന്നറിയാമോ? ചില കാറ്റ് നശിപ്പിക്കുന്ന സ്വഭാവമുള്ളതാണ്. ചില കാറ്റ് നശിപ്പിക്കുന്ന സ്വഭാവമാണ്, ചിലത് ആശ്വസിപ്പിക്കുന്ന സ്വഭാവമാണ്. ചില കാറ്റിനുള്ളത് ഇത് രണ്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലതിനെ ആശ്വസിപ്പിക്കുവാൻ, ചിലതിനെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ. ആമേൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറ. ആമേൻ സ്തോത്രം. ചിലതിനെ എന്നേക്കുമായി നശിപ്പിക്കുന്ന കൊടിയ കാറ്റായി നീ പട്ടണത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. നീ ആയിരിക്കുന്ന ദേശത്തിൽ ചിലതിനെ വേരോട് നശിപ്പിക്കുന്ന, കണ്ടിട്ടില്ല, ചില കാറ്റടിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഉയർന്നു നിൽക്കുന്ന, ആമേൻ ബലത്തോട് നിൽക്കുന്ന, ഒരിക്കലും തകരത്തില്ല, വീഴത്തില്ലെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്ന ആമേൻ സ്തോത്രം വൻ മരങ്ങൾ ആമേൻ സ്തോത്രം വേരോട് പറഞ്ഞിങ്ങ് പോകുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. നശിപ്പിക്കുന്ന സ്വഭാവമുള്ള കാറ്റുകൾ. ഹല്ലേലൂയ. നിന്റെ വീട്ടിന് ചുറ്റും, നിന്റെ നാട്ടിന് ചുറ്റും, നിന്റെ ദേശത്തിന് ചുറ്റും, നിന്റെ പട്ടണത്തിന് ചുറ്റും ഉയർന്നിരിക്കുന്ന സങ്കല്പങ്ങളെയും ഉയർച്ചകളെയും എന്നേക്കുമായി നശിപ്പിക്കുന്ന കൊടുങ്കാറ്റുകളായി, കൊടുങ്കാറ്റുകളായി ഇതിനകത്ത് പറയുമ്പോൾ എന്റെ അകത്ത് ചിലത് ചൊലിക്കുന്നതിന് ആത്മാവൻ അറിയുകയാണ്. ചിലതിനെ എന്നേക്കുമായി വേരോടെ 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 പൊക്കിയെടുക്കുവാൻ നശിപ്പിക്കുന്ന കൊടുങ്കാറ്റുകളായി നശിപ്പിക്കുന്ന കാറ്റായി, അവൻ ആശ്വസിപ്പിക്കുന്ന കാറ്റായി, നന്മയെ കൊണ്ടുവരുന്ന കാറ്റായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പറ ആമേൻ. നന്മയെ കൊണ്ടുവരുന്ന കാറ്റായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ പറ, നീ നന്മയെ കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിലെ കാറ്റിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒത്തിരി എടുത്ത് കാറ്റടിച്ചു. ആമേൻ സ്തോത്രം. ഈശാനമൂലൻ എന്നൊരു കാറ്റുമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിനെ പിളർക്കാൻ വേണ്ടി ദൈവം ഒരു കാറ്റിനെ അയച്ചത്. ഹല്ലേലൂയ. വഴികളെ തുറക്കുന്ന കാറ്റാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കാളപ്പക്ഷിയെ കൊണ്ടുവരാൻ, ആ നന്മയെ കയ്യെത്തുന്ന ദൂരത്ത് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് കാറ്റിനെയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കയ്യപ്പുറത്ത്, കയ്യെത്താൻ ദൂരത്ത്, കയ്യെത്താൻ കഴിയാത്ത ദൂരത്ത് കിടക്കുന്ന സകല നന്മകളെയും നിന്നിലേക്ക് ആകർഷിക്കുന്ന, വലിച്ചടിപ്പിക്കുന്ന, നന്മയെ കൊണ്ടുവരുന്ന ആമേൻ സ്തോത്രം ചില കാറ്റുകളായി ഇന്ന് പറയുന്നത് പ്രതികരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ ഭയങ്കര പെരുമനസ്സുകൾ ഈ അഭിഷേകത്തിന്റെ നടുവിൽ ഇന്ന് പകൽ സമയം കിട്ടാനുള്ളത്, അവകാശമായിട്ട് കിട്ടാനുള്ളത് ആരോഗ്യം തടഞ്ഞു ചെയ്തു. അവൻ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, ഇന്ന് പകൽ സമയം ഞാൻ എന്റെ ബുദ്ധിയിൽ നിന്നല്ല സംസാരിക്കുന്നത്, എന്റെ ആത്മാവിനെ തൊട്ട് സംസാരിക്കുകയാണ്. അവകാശമായി കേട്ടവരെ ആരൊക്കെ തടഞ്ഞു വെച്ചു, എവിടെയൊക്കെ തടയപ്പെട്ടു. ഇന്ന് പകൽ സമയം വീട്ടിലിരിക്കുന്ന സഹോദരി, നിന്റെ മേൽ വീശിയടിക്കുന്ന ആത്മാവിന്റെ കാറ്റ് നിന്നിട്ട് ഇന്ന് പകൽ സമയം അവകാശങ്ങൾ മടങ്ങി വരട്ടെ, തടഞ്ഞു വെച്ചത് മടങ്ങി വരട്ടെ. ഓ എവിടേക്ക് ഒന്നിക്കൽ മടങ്ങി വരട്ടെ. അവകാശം പറഞ്ഞിരിക്കുന്നവര് ഇന്ന് പകൽ ആത്മാവിന്റെ കാറ്റിറങ്ങി അതിനെ പൊത്തിച്ച്, അതിനെ ഉടച്ചു കളഞ്ഞിട്ട് നിന്റെ കയ്യിൽ വരേണ്ടത്, നിന്റെ വീട്ടിനകത്ത് വരേണ്ടത്, നിന്റെ തലമുറ
ഇതൊരു പ്രവചന ശബ്ദമാണല്ലോ. ഇത് ആരുടെയൊക്കെ ജീവിതത്തിൽ ഇന്നൊരു വിടുതലാണ്. ഈ മീറ്റിംഗിന്റെ നടുവിൽ ഒരു ഡെലിവറൻസ് ആയി ചലിക്കുന്നത് ആത്മാവിനെ കാണിക്കുകയാണ്. അത് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. സ്വീകരിക്കുക. ഇന്ന് വിടുതലാണ് നിനക്ക്. ഇന്നത്തെ ജീവിതത്തിൽ അത് വിടുതലാകുന്നു. അത് വസ്തുവാകട്ടെ, അത് സമ്പത്താകട്ടെ, നിയമപരമായി നിന്റെ വീട്ടിനകത്ത് വരേണ്ടതാണ്. അമേൻ സ്തോത്രം. നിന്റെ അവകാശമായി തീരേണ്ടതാണ്. നിന്റെ തലമുറയുടെ അവകാശമായി തീരേണ്ടതാണ്. എവിടെയോ കുരുക്കിയിട്ടിരിക്കുന്നു, എവിടെയോ തടയപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ ആത്മാവ് പൊട്ടിക്കുന്നു. കൊണ്ടുവരുന്ന കാറ്റായി, അവകാശങ്ങളെ പിടിച്ചെടുക്കുന്ന കാറ്റായി. അവൻ സ്തോത്രം. അവൻ ചിലതിനെ തകർക്കുന്ന കാറ്റായി, ആശ്വസിപ്പിക്കുന്ന കാറ്റായി. അവൻ ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? 2025 എന്നെയും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്നവനെ ആശ്വസിപ്പിക്കുവാൻ, പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാൻ, അവൻ നന്മയെ കൊണ്ടുവരുവാൻ, തകർക്കേണ്ടതിനെ എന്നേക്കുമായി തകർത്ത് കളയുവാൻ, അവൻ സ്വന്തം പണിയേണ്ടതിനെ എന്നേക്കുമായി പണിയുവാൻ ഒരു അഭിഷേകത്തിന്റെ കാറ്റായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ഒന്നാമത്തെ അനുഭവം നമ്മുടെ വീണ്ടും ജനനം, ആത്മാവിന്റെ ജനനം. ഇനി എടുത്തിരിക്കുന്നത് നോക്കി, നിങ്ങൾ പുറത്തെ മനുഷ്യനെ കാണരുത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കാണണം. നോക്കിയിട്ടൊന്ന് ചിരിച്ച്, അടുത്തിരിക്കുന്നത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ച്. നിങ്ങൾ കണ്ടത് ആ കറുത്ത ശരീരവും അവൻ സ്തോത്രം കളറുള്ള ആ പല്ലുമാണോ കണ്ടത്? അവൻ സ്തോത്രം. അതോ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന മഹാദൈവത്തെ ധരിച്ചിരിക്കുന്ന ആ വലിയ മനോഹര ദൈവത്തെ ധരിച്ചിരിക്കുന്ന അകത്തെ മനുഷ്യനാണോ നിങ്ങൾ കാണുന്നത്? എല്ലാറ്റിനും കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കണ്ണ്, നമ്മുടെ നാമമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാണേണ്ടത് പോലെ കാണത്തില്ല, സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കത്തില്ല. അവൻ സ്തോത്രം. ആത്മീയ വളർച്ചയ്ക്കായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അവൻ സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നീ കാണേണ്ടത് പോലെ നിന്നെ കണ്ടാൽ, അവൻ പറയേണ്ടത് പോലെ സംസാരിക്കേണ്ടത് പോലെ നീ സംസാരിച്ചാൽ, അവൻ സ്തോത്രം, നിന്റെ വളർച്ച ഭയങ്കരമായിരിക്കും. അവൻ നല്ലതൊരു കണ്ണിൽ പറ. അഭിഷേകമുള്ള നാവ്, അഭിഷേകമുള്ള കണ്ണ്. നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണ്, നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പുറത്തുള്ള കുറേ കുറവുകൾ. അവൻ സ്തോത്രം. കുറേ ബലഹീനതകൾ. അവൻ സ്തോത്രം. ഇത് കണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം. അല്ലെ അതല്ലേ നമ്മുടെ അനുഭവം? അവൻ സ്തോത്രം. ഇവിടെ ഇരുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൂതുകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ആരാധന, ഗ്ലോറി. അവൻ സ്തോത്രം. ഒന്ന് മാറാതെ ഗ്ലോറി, തുടർച്ചയായിട്ടുള്ള ഗ്ലോറി. അവൻ പറഞ്ഞ ആശീർവാദം പറഞ്ഞ് ആ ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൻ സ്തോത്രം. ഇവിടെ നിന്ന് പ്രാപിച്ച ഗ്ലോറി പോയി. അവൻ സ്തോത്രം. ഇവിടെ നിന്ന് പോയിട്ട് പ്രാപിച്ച ആ അഭിഷേകമൊക്കെ എവിടേക്കോ ചലിച്ചതുപോലെ, എവിടേക്കോ നഷ്ടപ്പെട്ടതുപോലെ അടുത്ത ആഴ്ച വരുമ്പോൾ ശൂന്യമായിട്ട് വരുന്നു, വീണ്ടും നിറഞ്ഞിട്ട് പോകുന്നു. അവൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അതല്ല ആത്മീയ ജീവിതം. നിന്റെ നിറഞ്ഞത് തന്നെയാണ്. ഇനി ഒരിക്കലും ആ നിറവ് നഷ്ടപ്പെട്ടു പോകുകയില്ല. അവൻ സ്തോത്രം. ഒരു ദിവസം ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ ഒന്നും അനുഭവിച്ചില്ലെങ്കിലും ദൈവമക്കളെ നീ തിരിച്ചറിയണം, നിന്നിൽ വന്ന അഭിഷേകം അവിടെ തന്നെയുണ്ട്. നിന്റെ കൃപാവരം അവിടെ തന്നെയുണ്ട്. നിന്റെ അകത്തൊരു കുറ്റബോധം ഉണ്ടായാലും അവൻ സ്തോത്രം, ഒരു ബലഹീനത വന്നുപോയി, ഒരു തെറ്റ് വന്നുപോയി, അവൻ പിശാച് വന്ന് നിന്റെ കാതിൽ വന്ന് പറഞ്ഞ ഇനി നിനക്ക് പ്രാപിപ്പില്ല. അവൻ സ്തോത്രം. ഇനി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഇനി നീ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? ഇനി നീ ആരാധിച്ചിട്ട് എന്താണ് കാര്യം? ഇനി എങ്ങനെയാണ് നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് നീ തിരുമേശയുടെ മുമ്പിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ 4 ദിക്കിലൂടെയും നിന്നെ ആക്രമിക്കുമ്പോൾ, ഇന്ന് പകൽ സമയം ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, ഞാൻ എന്ന് പറയുന്നത് ഈ പുറത്ത് കാണുന്ന മനുഷ്യനല്ല. ഞാൻ എന്ന് പറയുന്നത് എന്റെ അകത്തെ മനുഷ്യനാണ്. അവന് ഒരു കുറവുമില്ല. അവന് ഒരു കുറവുമില്ല. ഒന്ന് പറ, എന്റെ അകത്തെ മനുഷ്യന് ഒരു കുറവുകളുമില്ല. നിങ്ങൾ പറയുന്നതോടും അത് അകത്ത് ജ്വലിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടെ പറയാമോ? എന്റെ അകത്തെ മനുഷ്യന് എല്ലാ ശബ്ദവരത്തിൽ പറഞ്ഞു
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നഴ്സറി പിള്ളേരോട് പറഞ്ഞെങ്കിൽ ഇതിനേക്കാൾ ശബ്ദം വരുത്തി പറഞ്ഞേരെ. ആമേൻ സ്തോത്രം. നമ്മുടെ അഭിഷിക്തന്മാർ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയും പോലെ സംസാരിക്കും പോലെ സംസാരിച്ചേ. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ സംസാരിക്കും പോലെ സംസാരിച്ചേ. ഹല്ലേലൂയ. എന്റെ അകത്തെ മനുഷ്യരെ ആമേൻ സ്തോത്രം. എത്രയും ശബ്ദം നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഒന്നുകൂടി ശബ്ദം വരുത്തി പറ. അകത്തെ മനുഷ്യരെ ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി മൈക്കണം. ആമേൻ സ്തോത്രം. എന്റെ അകത്തെ മനുഷ്യരെ ഒരു കുറവുകളും ഒരു അശുദ്ധിയും ഒരു ബലഹീനതയും ഇല്ല. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയെ സംബന്ധിച്ചാണ്. ഹല്ലേലൂയ. പിശാച് എന്നും ചോദ്യം ചെയ്യുന്നത് നമ്മുടെ വിശുദ്ധിയെ സംബന്ധിച്ചാണ്. ആമേൻ സ്തോത്രം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അവൻ നിങ്ങളുടെ വിശുദ്ധി അവൻ എന്നും ചോദ്യം ചെയ്യും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് അവിടെ കറ പുരണ്ടില്ലേ, ഇവിടെ കറ പുരണ്ടില്ലേ? അവൻ നിങ്ങളുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ പുറത്ത് ഒരു വിശുദ്ധി നിനക്കില്ല. ആമേൻ സ്തോത്രം. നിന്റെ വിശുദ്ധി പുറത്തല്ല വ്യാപരിക്കുന്നേ. അവൻ പുറത്തിരിക്കുന്നവരെ തൊടാൻ കഴിയും. പിശാചിന് പുറത്തിരിക്കുന്നവരെ തൊടാൻ കഴിയും. പക്ഷെ അകത്തിരിക്കുന്ന വിശുദ്ധിയെ തൊടാൻ സാത്താൻ ഒരിക്കലും കഴിയത്തില്ല. ആമേൻ പറഞ്ഞു. ആശയം മനസ്സിലാകുന്നതിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഈ വെള്ളയിൽ കറുപ്പൊക്കെ ധരിച്ച് മീശയൊക്കെ എടുത്ത് സുന്ദരനായി ഇവിടെ നിന്നാൽ അവൻ സ്തോത്രം മനുഷ്യൻ പറയും വിശുദ്ധനായ ഒരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം നോക്കുന്നത് അവൻ സ്തോത്രം എന്റെ പുറത്തെ വിശുദ്ധിയല്ല, എന്റെ അകത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഒരു വിശുദ്ധി. എന്റെ അകത്തെ മനുഷ്യനിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു വിശുദ്ധി. അതിന്റെ അർത്ഥം എങ്ങനെയും ജീവിക്കാം, എന്തും കാണാം, എവിടെ പോകാം എന്നല്ല എന്റെ അർത്ഥം. നിന്റെ അകത്ത് നിന്ന് ആ വിശുദ്ധി ഒടുങ്ങിയാൽ നീ പോകേണ്ടിടത്തേ പോകത്തുള്ളൂ, നീ കാണേണ്ടതേ കാണത്തുള്ളൂ, നീ കേൾക്കേണ്ടതേ കേൾക്കത്തുള്ളൂ, പറയേണ്ടത് നീ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒന്ന് ആമേൻ സ്തോത്രം ആഴമായി നിങ്ങൾ തിരിച്ചറിയണം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പുറത്തു നിന്ന് അകത്തെ നിയന്ത്രിക്കുന്നതല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അകത്ത് നിന്നും പുറത്ത് നമ്മെ നിയന്ത്രിക്കുന്നതാണ്. ഹല്ലേലൂയ. നല്ലൊരു ഗോളി പറഞ്ഞു, നല്ലൊരു സ്തോത്രം പറഞ്ഞു. ആമേൻ സ്തോത്രം സ്തോത്രം. അല്ലെങ്കിൽ പിടികിട്ടിയോ നിങ്ങൾക്ക്? ആമേൻ സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയാൻ, ഇത് എന്നും മറക്കരുത്. എന്റെ പ്രസംഗം മുഴുവൻ നിങ്ങൾ മറന്നു, ഈ കാര്യം മാത്രം നിങ്ങൾ മറക്കരുത്. ആമേൻ സ്തോത്രം. നിങ്ങളുടെ അകത്ത് നിന്നും പുറത്ത് നിങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാനുഗമമായി സൃഷ്ടിക്കപ്പെട്ടത് ആത്മാവിലുള്ള ജനനത്തിലൂടെയാണ്, വീണ്ടും ജനനത്തിലൂടെയാണ്. യേശുവിന്റെ ജനനം സംഭവിച്ചത് മറിയയുടെ ഉദരത്തിനകത്താണെങ്കിൽ എനിക്ക് ജനനം സംഭവിച്ചത് എന്റെ ആത്മാവിലാണ്. ആമേൻ സ്തോത്രം. ദൈവരാജ്യത്തിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. സ്തോത്രം. ഈ രാജ്യത്തിൽ, ഈ ലോകത്തിൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ തിരുവനന്തപുരം എന്ന ജില്ലയ്ക്കകത്ത്, കേരള സംസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്, നെയ്യാറ്റിൻകര താലൂക്കിനകത്ത്, പെരിങ്ങടവിള പഞ്ചായത്തിനകത്ത്, ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ 1983 ഞാൻ പിറന്നു വീണു. ഈ മനുഷ്യൻ പിറന്നു വീണു. അവൻ എന്നാൽ 2008 അവൻ സ്തോത്രം ഹല്ലേലൂയ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ഞാൻ പുതിയൊരു രാജ്യത്തിന്റെ അവകാശിയായി, പുതിയൊരു അദൃശ്യമായി ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ദൈവ രാജ്യത്തിന്റെ ഒരു കുട്ടിയായി, ഒരു കുഞ്ഞായി ഞാൻ ജനിച്ചു വീഴുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? എന്നാണ് യേശുവിനെ കർത്താവായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞത്? അന്ന് നിങ്ങളുടെ അകത്തൊരു ജനനം സംഭവിച്ചു, നിങ്ങൾക്കൊരു രാജ്യം കിട്ടി. ആമേൻ സ്തോത്രം. നമ്മൾ ഇതിന്റെ ദൈവരാജ്യത്തിന്റെ കുട്ടികളാണ്, ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്, ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണ്. ഹല്ലേലൂയ. ചെറിയ പൗരന്മാർ